Once again, welcome back to my video vlog. My name is Ibad Rahman. നമ്മളെല്ലാവരും ഇമെയിൽ അയക്കുന്ന ആളുകളാണ്. എന്നാൽ നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാകാം. നമ്മൾ അയച്ച ഇമെയിൽ ഏത് വ്യക്തിക്കാണോ അയച്ചത് ആ വ്യക്തി ഓപ്പൺ ചെയ്തോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഇമെയിൽ ട്രാക്ക് ചെയ്യുക? അതാണ് എൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മൾ അയച്ച ഇമെയിൽ ട്രാക്ക് ചെയ്യുന്നതിന് സെയിൽസ് ഹാൻഡി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഈ വെബ്സൈറ്റിൽ നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇതൊരു ഫ്രീമിയം വേർഷനാണ്. ഫ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പോർഷൻ ഫ്രീയും പകുതി പോർഷൻ പെയ്ഡുമാണ്. അതിനെയാണ് ഇൻ്റർനെറ്റിൻ്റെ ഭാഷയിൽ ഫ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഇമെയിൽ അക്കൗണ്ട് വഴി ഇതിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള വിൻഡോയാണ് ഈ കാണുന്നത്. ദെൻ അതിനുശേഷം ഇതൊരു ക്രോം എക്സ്റ്റൻഷൻ പ്ലഗിൻ ഇതിൽ അവൈലബിൾ ആണ്. അതാദ്യം ഡൗൺലോഡ് ചെയ്യുക. ദെൻ ടോപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ക്രോം എക്സ്റ്റൻഷൻ ആഡ് ഓൺ ചെയ്യുക. സെയിൽസ് ഹാൻഡിയുടെ ക്രോം എക്സ്റ്റൻഷൻ എൻ്റെ ക്രോമിൽ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജിമെയിലിലേക്കൊന്ന് പോകാം. കമ്പോസ് ചെയ്ത ഏരിയയുടെ ബോട്ടം സൈഡിലായി 4 പോയിന്റുകൾ കാണാൻ സാധിക്കും. സെൻഡ് ലേറ്റർ, ടെംപ്ലേറ്റ്സ്, ഫയൽ ലിങ്ക്, ഫയൽ, CRM. ദെൻ അതിന് താഴെ ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷനുമുണ്ട്. ഒരു കാര്യം ആദ്യം ഞാൻ പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ടെംപ്ലേറ്റ്സുകൾ ഇതിലേക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും സെയിൽസ് പ്രൊമോഷൻ്റെ മെയിലുകൾ അയക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ടെംപ്ലേറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ദെൻ ഞാനിപ്പോൾ എൻ്റെ മെയിൽ കമ്പോസ് ചെയ്തു. ദെൻ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്തു. ഇതിൽ ഓൾറെഡി കുറച്ച് ടെംപ്ലേറ്റ്സ് ഉള്ളത് കാരണം ഞാൻ അതിലേക്ക് ആഡ് ഓൺ ചെയ്തു. ദെൻ അതിന് താഴെ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ഇനേബിൾ ചെയ്യുക. ചിലപ്പോൾ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് ഇനേബിൾ ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെയിലിനെ ഷെഡ്യൂൾ ചെയ്യാം. ഒരുപക്ഷെ നമുക്ക് മോർണിംഗിൽ അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് മോർണിംഗിൽ ഈ മെയിൽ പോകത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഞാൻ ട്രാക്ക് എന്ന് പറയുന്ന ബട്ടൺ ഇനേബിൾ ചെയ്ത് കൊണ്ടിട്ട് ഈ മെയിൽ സെൻഡ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് ഈ മെയിൽ ആ വ്യക്തിക്ക് ഓപ്പൺ ചെയ്തോ എന്ന് നമ്മൾ എങ്ങനെ അറിയാൻ സാധിക്കും? അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ടോപ്പിലായി ലൈവ് ഫീഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിൽസ് ഹാൻഡിയുടെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നതാണ്. ആദ്യം പറഞ്ഞു നമ്മൾ നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് വഴി ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യുക, എങ്കിൽ മാത്രമായിരിക്കും ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെയിൽസ് ഹാൻഡിയുടെ ഡാഷ്ബോർഡാണ്. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കുറേ ഇമെയിലുകൾ വന്ന് കിടക്കുന്നത്. ഇനി നമ്മുടെ മെയിലിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ റൈറ്റ് സൈഡിലായി ഇമെയിൽ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഞാൻ അയച്ച മെയിലുകളുടെ സ്റ്റാറ്റസ്. ഇതിൽ നോക്കുക, ഞാനിപ്പോൾ അയച്ച മെയിലിൻ്റെ ടൈം കാണാൻ സാധിക്കും. അത് റിപ്ലൈഡ് ആണോ, റിപ്ലൈഡ് അല്ല. ദെൻ ഓപ്പൺ ആണോ, ഓപ്പൺ അല്ല. നിങ്ങൾക്ക് താഴെ എൻ്റെ മെയിൽ ലിസ്റ്റ് കണ്ടാൽ മനസ്സിലാകും. ഈ വ്യക്തി അഭിലാഷ് എസ് നായർ ബിസിനസ് വാല്യൂ എന്ന് പറഞ്ഞ മെയിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു. അദ്ദേഹം അത് 5 തവണ ഓപ്പൺ ചെയ്ത ഒരു ഇൻഡിക്കേഷനാണ് എനിക്ക് കാണുന്നത്. ദെൻ ആറ്റൻസ് വീഡിയോ 1 തവണ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ എനിക്ക് റിപ്ലൈയും അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാവുമ്പോൾ നമുക്കൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്തോ ക്ലയൻറ്റ് എന്ന രൂപത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും സെയിൽസ് ഹാൻഡി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രോം എക്സ്റ്റൻഷൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നിങ്ങൾക്ക് സെയിൽസ് ഹാൻഡിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും ഇത് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സീ യു ദ നെക്സ്റ്റ് ടൈം. ബൈ.